നമസ്കാരം. ഇന്നെനിക്ക് പറയാനുള്ളത് സ്ത്രീജനങ്ങളോടാണ്. ഈ ഫേസ്ബുക്കിലും മറ്റും വരുന്ന ഗ്രൂപ്പുകളുണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാവുന്ന അതിലുണ്ടെങ്കിൽ മാത്രമേ ആ ഗ്രൂപ്പിൽ ചേരാവൂ. എന്തെന്നാൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ പലരും പുതിയതായിട്ട് വരും. നമുക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമ്മുടെ നമ്പർ കിട്ടാനും അവർക്ക് നമ്മുടെ വാട്സാപ്പിൽ കയറി പേഴ്സണൽ മെസ്സേജ് അയക്കാനും പറ്റും. ചിലർ ഞരമ്പുകളാണെന്നറിയാമല്ലോ. അങ്ങനെ വല്ലതും പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ നമ്മളറിയാതെ, നമുക്ക് ഗ്രൂപ്പിൻ്റെ എല്ലാ നിയമങ്ങളൊന്നും അറിയണമെന്നില്ലല്ലോ, പുതിയതായിട്ട് വരുന്നതായിരിക്കും നമ്മളും. അപ്പം നമ്മളറിയാതെ ഇത് പോസ്റ്റ് ചെയ്തു എന്നിരിക്കട്ടെ ഈ ഗ്രൂപ്പിലേക്ക്. അപ്പോൾ അവിടെ മെയിൽ ഷോവനിസം കാണിക്കുന്ന ഒരു വമ്പനായിരിക്കും അതിൻ്റെ അഡ്മിൻ. സ്വന്തമായിട്ട് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആളായിരിക്കാം. ആ മനുഷ്യൻ വളരെ വലിയ മനുഷ്യനുമൊക്കെ ആയിരിക്കാം. അത് നമുക്കറിയില്ലല്ലോ, ആരാണെന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീയുടെ തെറ്റാണ്. ഇവർ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്തിട്ട് അത് ഗ്രൂപ്പിലിട്ടു. മെസ്സഞ്ചർ വഴിയോ അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ സൗഹൃദം സ്ഥാപിച്ച് ഗ്രൂപ്പിലിട്ടു. എല്ലാ കുറ്റങ്ങളും സ്ത്രീയുടെ മേൽ ചാരും. പിന്നെ ആ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ, സ്ത്രീജനങ്ങൾ ഇയാൾക്കെതിരാവുമ്പോൾ ഇയാൾ നമ്മളെപ്പറ്റി ആവശ്യമില്ലാത്ത ഗോസിപ്സ് പറഞ്ഞുണ്ടാക്കാനായിട്ട് തുടങ്ങും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്തറ്റം വരെയും പോയി നമുക്ക് എതിരായിട്ട് എന്തെങ്കിലും പറയുന്നവരെ അതിൽ സത്യം കണ്ടുപിടിച്ച് കൊടുക്കണം. കാരണം ഇപ്പോൾ ഇൻ്റർപോൾ, ഇപ്പോൾ ഏത് രാജ്യത്താണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവും അല്ലേ. ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ എനിക്കാണെങ്കിൽ പോലും എൻ്റെ കൂടെ പഠിച്ച ഡോക്ടേഴ്സും മറ്റുമൊക്കെ ഒത്തിരി രാജ്യങ്ങളിലുണ്ട്, ഗൾഫ് കൺട്രീസിലെല്ലാം ഉണ്ട്. അതുപോലെ ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ അവർ സ്ഥിരമായിട്ട് സൗദിയിലും അങ്ങനെയുള്ളിടത്ത് ജനിച്ച് വളർന്ന കുട്ടികളുണ്ട്, അവരുടെ പാരൻസ് ഉണ്ട്. അപ്പോൾ എവിടെ ആണെങ്കിലും നമുക്കൊന്ന് ചെന്ന് അവരുമായിട്ട് സൗഹൃദമായിട്ട് പരമായിട്ട് എന്താണ് ഞങ്ങളെപ്പറ്റി അറിയാമെന്നുള്ളത്, എന്താണ് നമ്മളെപ്പറ്റി പറയാനുള്ളതെന്നുള്ളത് ചോദിക്കാൻ ആൾക്കാരുണ്ടാവും. ഇതവരറിയുന്നില്ല. പക്ഷേ വേണ്ടി വന്നാൽ നമുക്ക് നിയമപരമായിട്ടും നീങ്ങേണ്ടതായിട്ട് വരും. മനസ്സിലായോ? പിന്നെ ആ കൊല്ലാപ്പിനൊക്കെ എന്തിനു പോകുന്നു? അപ്പോൾ അറിയാവുന്നവർ ഉള്ള ഗ്രൂപ്പിൽ മാത്രം നിങ്ങൾ അംഗമാകുക. ചാടിക്കേറി എല്ലാ ഗ്രൂപ്പിലും അംഗമാകാൻ പോകരുത്. ഇതൊരു വാണിംഗാണ്, പ്രത്യേകിച്ച് സ്ത്രീകളോട് മാത്രം. പുരുഷന്മാർക്കതൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഈ ഷോവനിസത്തിൻ്റെയും അല്ലെങ്കിൽ ഇവരുടെ ജാടയുടെയൊന്നും നമ്മൾ വകച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നിൽക്കുക, നമ്മുടെ വ്യക്തിത്വം തെളിയിക്കുക, അത്ര മാത്രമേ ഉള്ളൂ.